ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കി, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അന്ന് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് വരെ കാണിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ കുക്കറിൽ ചിരങ്ങ വേവിച്ചത് വരെയല്ലേ നമ്മൾ കാണിച്ചത്. അപ്പം ജ്യൂസൊക്കെ ഇതാ ഞങ്ങൾ രാത്രിയാണ് കേട്ടോ കുടിച്ചത്. മക്കളൊക്കെ കളിച്ച് വന്നപ്പോക്കിന് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ജ്യൂസിൻ്റെ കൂടെ നുറുക്കുണ്ട്, പിന്നെ അതേപോലെ നമ്മളെ പഴമുണ്ട് കേട്ടോ. റോബസ്റ്റ് പഴമാണ്, നമ്മളെ പാടത്ത് ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ അത് പഴുത്തപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് ജ്യൂസ് കുടിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലത്തെ ചായം കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ചായക്ക് കടി ഉണ്ടാക്കിയത് പൂവട തന്നെ കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിജു, നാളെ എന്തായാലും പൂവട ഉണ്ടാക്കണം കേട്ടോ എന്ന്. പിന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ഭയങ്കര അളക്കേക്കാറ് കേട്ടോ. മദ്രസക്കൊന്നും പോകാൻ പിന്നെ കൂട്ടാക്കൂല. അപ്പം ഞാൻ പിന്നെ ഞാനകരടുപ്പിച്ചാരാവൂല എന്ന് കരുതിയിട്ട് വേഗം പൂവട തന്നെ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ ഇന്ന് മദ്രസയിൽ പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഒന്ന് നേരത്തെ പോയിട്ടുണ്ട്. 6:30 പരീക്ഷ തുടങ്ങും. അപ്പോൾ 6:15 തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 4:30-5 മണീൻ്റെ ഉള്ളിലായിട്ട് ഞാൻ അവരെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും നേരത്തെ നീച്ചതല്ലേ. അപ്പം പിന്നെ കരുതി നഞ്ഞ സ്കൂൾക്ക് തലേ ദിവസം രാത്രി ചിക്കനും കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ മന്തിൻ്റെ അരിയും സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി സ്കൂൾക്ക് നമുക്ക് മന്തി ഉണ്ടാക്കി കൊടുക്കാം, സമയമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ ആകും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ മന്തി ആക്കാമെന്ന് കരുതിയിട്ട് മന്തി ഉണ്ടാക്കുകയാണ്. അപ്പം മന്തിക്കുള്ള വെട്ടല്ല കേട്ടോ നമ്മൾ ചിക്കൻ വെട്ടിക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ കൊണ്ടുവരുന്ന അതിലാണ് കൊണ്ടുവന്നത്. പിന്നെ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ടെന്ന് കരുതിയാണ്ട് അങ്ങനെ നമ്മൾ പരിപാടി ആക്കിയാണ്ടൊന്നല്ലല്ലോ, നമുക്ക് കഴിക്കാനുള്ളത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പിന്നെ ഒരു സന്തോഷമായിക്കോളും. അവർക്ക് സ്കൂൾ കൊണ്ടുപോകാനും കൂടി ആകുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ സ്കൂൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എന്തായിട്ട് അമ്മക്ക് തന്നെ കഴിക്കാനല്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ നീച്ച പാടെ തന്നെ ബസ്മതി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ നേരത്തെ വെള്ളത്തിലിടണമല്ലോ. അപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് അത് ഊറ്റി മാറ്റി വെക്കണം. അതേപോലെ ചിക്കൻ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയാണ്ട് അവിടെ അതും വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും സാധാ ചോറും അതേപോലെ അതിക്ക് എന്തെങ്കിലും പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി തന്നെ അധികം ദിവസം ഞാൻ കൊടുത്തു വിടല് കേട്ടോ. നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ കൊടുത്തു വിടുന്നത്. എന്നും പച്ചക്കറി തന്നെ അല്ലേ, ഉപ്പേരിയായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പൊരി ഐറ്റംസൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ കൊടുത്തു വിടുന്നത്. അപ്പോൾ എന്തൊരു ചേഞ്ച് ആകും ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ അതിനൊരുങ്ങിയത്. അങ്ങനെ ഇനിയിപ്പം അതൊക്കെ ഉള്ള ഉണ്ടമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് ഉണ്ടമുളക് ഇതിക്ക് വേണമെന്നൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ മുളകൊക്കെ അരിഞ്ഞ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. 4 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. 4 കപ്പ് അരി പറഞ്ഞാൽ 1 കിലോ അരി. പിന്നെ അതൊക്കെയുള്ള ഏലക്കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ. മാഗി ക്യൂബ് അങ്ങനെ കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് പിന്നെ ഈ മാഗി ക്യൂബിൽ തന്നെ ഉണ്ടാവും. അത് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് നരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ഇവിടെ അധികം എണ്ണ ഇഷ്ടമല്ല കേട്ടോ മക്കൾക്ക്. ചോറിൽ കുരുമുളക് ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ഏറെയാണ്. അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ അതൊന്നും ശരിക്കും ഇടണ്ട. അതൊന്നും നല്ല കോണുള്ള സാധനമല്ലല്ലോ. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിരിക്കണ്. അതേപോലെ ഇപ്പോൾ കബ്സ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലാ ഭാഗത്തേക്കും നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്.
പിന്നെ അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ അത്ര വലിയ കഷ്ണമൊന്നും അല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം വലിപ്പം ഉണ്ടാനും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം ആക്കിയിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെ ആക്കും പോലെ കടന്ന് അങ്ങനെ ആവട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് ഇനി നമുക്ക് ചോറിന് വേവാൻ വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അരി ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, കണൽ വേണമല്ലോ നമുക്ക് ആ സ്മോക്കി ഫ്ലേവർ ഇങ്ങനെ വരണമെങ്കിൽ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണ മന്തിൻ്റെ ആ ഒരു ടേസ്റ്റിന് വരണമെങ്കിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചാർക്കോളൊന്നും ഇല്ലാത്തതുകൊണ്ട് കനൽ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അടുപ്പിലാണ് കേട്ടോ തീ പിടിപ്പിച്ചു. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ ചിക്കൻ ഒരു ഭാഗം ആയി, മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഇനി അത് എല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതൊക്കെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് സമയം കൂടിയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഊറ്റിയെടുക്കാണ് കേട്ടോ. മക്കളൊക്കെ ഇതിനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ഊറ്റിയെടുത്തിട്ട് പിന്നെ ഞാൻ ആ ചിക്കൻ വേവിച്ചെന്ന് കുറച്ച് ഓയിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് മുകളിൽ തരെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഫുഡ് കളറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്, അധികമൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഇത് മഞ്ഞ കളറല്ല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഇനിയിപ്പോൾ 2 കളറും കൂടി ഒഴിക്കാണ്ട് എന്നിട്ട് പിന്നെ ഒരു 5-6 പച്ചമുളകും കൂടി അങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമാണല്ലേ ഈ പച്ചമുളകും കൂടെ അങ്ങനെ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചോറിൻ്റെ കൂടെ ഈ പച്ചമുളക് ഇങ്ങനെ കടിക്കണത്. കുട്ടികൾക്കൊന്നും ഇപ്പോൾ അത് പറ്റുന്നുണ്ടാവില്ല, എന്നാലും ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സ്മോക്കി ഇത് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണൽ കോരിക്കാണ്ട് പാത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനി അടച്ച് വെക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഞാനെന്താ ചട്ടകം കൊണ്ട് നല്ലോണം താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ആവും. പിന്നെ ആ കണൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആ പുക ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടോ. ആ പുക വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വാസന ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ വാസന. എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ അവിടെ ഹോളുണ്ട് കേട്ടോ അടപ്പിന്, അത് പോകാനും വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമ്മളെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മക്കളെ പാത്രത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം സ്കൂളിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ചായ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായക്ക് പിന്നെ ഇങ്ങനെ മന്തി ചോറ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ചായക്ക് തന്നെയാണ് ചോറ് തന്നെയാണ് തിന്നല്. പക്ഷേ ഇന്ന് ഒരു ഉച്ചക്ക് ഒരു സ്കൂൾക്ക് കൊണ്ടുപോയതുകൊണ്ട് ഉൽക്ക് മന്തി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ബേക്കറി കടി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ബേക്കറിയും ചായ അങ്ങനെ കുടിച്ച് പിന്നെ ഇപ്പോൾ നമുക്ക് പാടത്തേക്ക് ചായയും കടിയും കൊണ്ടുപോയി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അവിടെ പണിയെടുക്കുന്നുണ്ട്, പച്ചക്കറിയൊക്കെ ഇറക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് തോട്ടിലൊക്കെ വെള്ളമൊക്കെ നല്ല കലങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പാടം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ പാടം. ഇനിയിപ്പം ഇതിലാണ് കേട്ടോ പറിച്ചത്, ഞാൻ കാണിച്ചു തരാം പറിച്ചത്. കണ്ടില്ല, ഞാൻ സൂം ചെയ്തപ്പം കണ്ടില്ല നിങ്ങൾ, ഇവിടെ വെള്ളരിക്ക പറിക്കാണ് കേട്ടോ. നല്ല കഷ്ടപ്പാടാണ് കേട്ടോ അത് പറിക്കാനും വേണ്ടിയിട്ട്. പിന്നെ വേറൊരു അതിഥി ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളരിക്ക പറിച്ചത് കൂട്ടിയിട്ട് ഇങ്ങനെ ഇനിയും പറിക്കാനുണ്ട് കേട്ടോ. അവന് പറിച്ചത് കൂട്ടിയിട്ടത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്.
അങ്ങനെ അതാ മൂപ്പരവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ ചായ കുടിക്കുന്ന സമയം ഇവിടെ വെണ്ടക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് പറിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വെണ്ടക്കൊക്കെ ഒന്ന് പറിക്കുകയാണ് കേട്ടോ. ഏതായാലും പോലെ ചായ കുടിക്കുന്ന സമയം വരെ ഞാൻ വെറുതെ നിൽക്കല്ലേ. അപ്പം പിന്നെ വെണ്ടക്ക പറിക്കാമെന്ന് കരുതി കത്തിയൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്താ പിരിച്ചാണ്ടാണ് പറിച്ചെടുക്കുകയാണ്. എന്നെക്കൊണ്ട് കൈയുടെ മാതിരിയൊക്കെ കണ്ട് പറിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.